നമ്മുടെ കാറിൻ്റെ തേർഡ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഫെവിക്വിക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് എത്ര ഷേപ്പ് വേണമെങ്കിൽ, ഞാൻ ഇപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ അകലാട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിലെടുക്കാം. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. നമ്മുടെ ആ വണ്ടി കറങ്ങാനുള്ള ഗിയർ അത് കറക്റ്റ് ഷേപ്പ് ആവണം. ഷേപ്പില്ലെങ്കിൽ പണി പാടും. നമ്മൾ ആ സാധനം ഓടില്ല. അതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് ഈ ഫെവിക്വിക്കിൻ്റെ പ്രത്യേകത പറയണേ, ഇതിൽ 20 റുപ്യാണ് ഞാൻ വാങ്ങിയതിന്. അതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് ഒട്ടും, പക്ഷേ തിരുമ്പിടിച്ച് ഇരുമ്പുമ്പിലൊന്ന് പെട്ടെന്ന് ഒട്ടില്ല ഉണ്ടാ. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി ടയർ ഫിക്സ് ചെയ്യലാണ്. ടയർ ഫിക്സ് ചെയ്യുമ്പോൾ പ്രധാനമായി ഞാൻ പറഞ്ഞില്ല, വൈ W ഷേപ്പിലാവണം നമ്മളെ വീല്. അതിൻ്റെ മുന്നേ നമുക്ക് ടാപ്പും ഏറ്റവും ഫിക്സ് ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് RC ടൈപ്പ് അല്ല, നമ്മൾ ഉരുത്തിനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. RC ടൈപ്പ് ആണെങ്കിൽ അതിനുള്ള കൺട്രോൾ റേഡിയേഷൻ സിസ്റ്റം നമ്മളേക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ RC അല്ലാതെ ഇതെടുക്കുന്നത്. ഞാൻ ഇപ്പോൾ വെച്ച ഈ മോട്ടറിൻ്റെ സാധനത്തിൽ മേലെ മോട്ടർ ഫിക്സ് ചെയ്യുമ്പോൾ വണ്ടി ഒച്ച ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം വെച്ചത്, ടയർ ഫിക്സ് ചെയ്യാനും മോട്ടർ ഇതാക്കാനും. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്യുമ്പോൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മുടെ കാർഡ്ബോർഡ് പീസ് ആയിട്ടാണ് ഒട്ടിക്കേണ്ടത്, അല്ലാതെ തിരുമ്പിടിച്ച കമ്പിയിൽ ഒട്ടൂല കാർഡ്ബോർഡ്. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് പീസ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കാർഡ്ബോർഡ് പീസ് എടുത്തത് 2 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. 1 സെൻറ്റിമീറ്ററാണ് എടുത്തത്. എന്നിട്ട് അതിന്മേൽ ഒന്ന് കറക്റ്റ് അളവിന്മേൽ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒട്ടിച്ചെടുത്താൽ മതി. നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വേഗം ഒട്ടുന്ന സാധനമാണ് ഫെവിക്വിക്ക്, സൂപ്പർ ഗ്ലൂ ഒക്കെ. ഇതുകൊണ്ട് ഞാൻ ഇത് വാങ്ങാൻ കാരണം. അതേപോലെ ഇതിന്മേൽ ഒട്ടിച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ ഒട്ടിച്ച ഈ മോട്ടറിൻ്റെ ഇവിടെ ആയിട്ട് ഷേപ്പിലായിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ ഇത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഡബിൾ ബട്ടൺ നിപ്പോൻ്റെ ഗോൾഡ് കേട്ടോ. അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഓടിക്കുമ്പോൾ ടയർ കറങ്ങുന്നുണ്ടോ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ, അല്ലേ പണിയാവും. അപ്പോൾ നമ്മൾ സൂപ്പർ പ്ലേറ്റ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ തേച്ചിട്ടുണ്ട്, അത് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. ഇത് ഫിക്സ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം, അല്ലെങ്കിൽ ടയർ ആടി കളിക്കും. അതാണ് വിധിക. അപ്പോൾ ഞാൻ എനിക്കൊരു ടാസ്ക് കിട്ടിയിരുന്നു. ആ നേരത്തെ ഒട്ടിച്ച ഗിയർ ബോക്സ് പോകുന്നു നേർക്കൊട്ടാനിട്ട്. നമുക്കൊന്നും കൂടി ചെയ്യേണ്ടി വരും. നമുക്കൊന്നും കൂടി ചെയ്യാം.
എല്ലായിടത്തും പറ്റി കൊടുക്കണം. നിങ്ങൾക്ക് ആ മോട്ടർ ആ സാധനം വെക്കാൻ ഇഷ്ടമുള്ള അളവെടുക്കാം, അതിനൊന്നും ഇതില്ല. പക്ഷെ നമ്മുടെ ഗിയർ ബോക്സ് ഒരിക്കലും വളയരുത് എന്നുള്ളൂ. എന്നിട്ട് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം, ഒരു 2 മിനിറ്റ്. അപ്പോൾ നമുക്ക് ടയർ ഒന്ന് റെഡിയാക്കി എടുക്കാം.